ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിൽവിയ പ്ലാത്തിന്റെ മിറർ എന്ന് പറഞ്ഞ പോയാണ്. ടൈറ്റിൽ പോലെ തന്നെ മിററിന്റെ കണ്ണുകളിൽ കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം. I am silver and exact. I have no preconceptions. Whatever I see, I swallow immediately. Just as it is, unmisted by love or dislike. മിറർ പറയാണ്, ഞാൻ സിൽവർ ആണ്, എക്സാക്റ്റ് ആണ്. അതായത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി അക്യുറേറ്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അതിൽ തൻ്റെതായിട്ടുള്ള ഒരു വേർഷനോ ഒപ്പീനിയനോ ഒന്നും ആഡ് ചെയ്യാണ്ട് എന്താണോ കാര്യങ്ങൾ അത് വ്യക്തമായി കാണിക്കുന്നു. ഇറ്റ് ഹാസ് നോ പ്രീകൺസെപ്ഷൻസ്, സോ ഇറ്റ് ഡസ് നോട്ട് ജഡ്ജ് ഓർ മേക്ക് അസംഷൻസ്. അതിന് മുൻധാരണകളില്ല എന്ന് പറയുന്നുണ്ട്. കാര്യങ്ങളെ മുൻവിധിയോടെ കാണാതെ എന്താണോ അത് അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുന്നു. ഇറ്റ് റിഫ്ലെക്ട്സ് എവറിഥിങ് എക്സാക്ട്ലി ആസ് ഇറ്റ് ഈസ് വിത്തൗട്ട് ചേഞ്ചിങ് എനിത്തിങ്. It is not affected by love or dislike, so it stays neutral. തനിക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കാര്യങ്ങളെ പോസിറ്റീവായി കാണിക്കാനോ തനിക്ക് അവരെ ഇഷ്ടമില്ല എന്ന് വെച്ച കാര്യങ്ങളെ നെഗറ്റീവായി കാണിക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ന്യൂട്രൽ ആണ്. അൺലൈക്ക് ഹ്യൂമൻസ്, ദ മിറർ ഡസ് നോട്ട് യൂസ് ഇമോഷൻസ് വെൻ ഷോയിങ് ദ ട്രൂത്ത്. മനുഷ്യന്മാരുടെ പോലെ സത്യം കാണിക്കുന്ന സമയത്ത് ഇമോഷൻസിനെ കൂട്ടിക്കുഴച്ച് വളച്ചൊടിക്കാറില്ല. കാരണം എനിക്ക് ഇമോഷൻസ് ഇല്ല. എന്താണോ സത്യം അതിലൊരു ഇമോഷനും കലർത്താതെ നേരായ രീതിയിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. I am not cruel, only truthful. The eye of a little god, four-cornered. Most of the time, I meditate on the opposite wall. It is pink with speckles. നമ്മൾ പറയും സത്യത്തിന്റെ മുഖം വികൃതമാണെന്ന്. കാരണം ചില സമയത്ത് നമുക്ക് സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ സത്യം വിളിച്ച് പറയുന്നവരെയും പൊതുവെ ആർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. മിറർ പറയാണ്, ഞാനൊരു ക്രൂരനൊന്നുമല്ല, ഞാൻ ട്രൂത്ത്ഫുൾ ആണെന്ന് മാത്രം. It highlights that truth itself can sometimes feel uncomfortable or painful, even though the mirror has no intention to hurt anyone. മിററിന് ആരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ല. പക്ഷേ എന്തുകൊണ്ടോ സത്യം ചില സമയത്ത് അൺകംഫർട്ടബിളും പെയിൻഫുള്ളും ആയിരിക്കും. അതൊരിക്കലും മിറർ ക്രൂരനായിട്ടല്ല, സത്യസന്ധനായതുകൊണ്ടാണ്. By describing itself as eye of a little god four-cornered, the mirror suggests a sense of power and authority, as if it has a sacred duty to reveal reality. ഇവിടെ മിറർ സ്വയം ഡിസ്ക്രൈബ് ചെയ്യുന്നത് എനിക്കൊരു അതോറിറ്റി ഉണ്ട്, അതായത് കാര്യങ്ങളെ അങ്ങനെ തന്നെ കാണിക്കാനുള്ള ഒരു അതോറിറ്റി ഉണ്ട്, ഒരു പവർ ഉണ്ട് എനിക്ക്. മാത്രമല്ല റിയാലിറ്റിനെ റിവീൽ ചെയ്യാനുള്ള ഒരു സേക്രഡ് ഡ്യൂട്ടിയും എന്നിലുണ്ടെന്നാണ് പറയുന്നത്. When no one stands before it, the mirror spends its time meditating on the opposite wall. അതിന്റെ മുൻപിൽ ആരും ഇല്ലെങ്കിൽ മിറർ എപ്പോഴും ഓപ്പോസിറ്റ് വാളിനെയാണ് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പിങ്ക് കളറാണ്, മാത്രമല്ല നിറയെ പുള്ളികളും ഉണ്ട്. I have looked at it so long, I think it is part of my heart. But it flickers. Faces and darkness separates us over and over. ആളുകൾ ആരും ഇടയിലില്ലാത്തപ്പോൾ അവർ ഏതു നേരവും മെഡിറ്റേറ്റ് ചെയ്യുന്നത് ആ വാളിനെയാണ്. അതുകൊണ്ട് ആ വാൾ എന്ന് പറയുന്നത് മിററിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറാണ്. The calm scene is often broken by faces and darkness. These represent daily activities of life. People entering and leaving the room, day turning into night, and the ever-changing flow of time. അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ബ്രേക്ക് ആവുന്നത് എപ്പോഴാണ്? ഫേസസും ഡാർക്ക്നെസ്സും ഒക്കെ ഇടയിൽ കയറി വരുമ്പോഴാണെന്ന്. അത് കാണിക്കുന്നത് ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റീസ് ആണ്. ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നതും രാത്രിയും പകലും മാറി മാറി വരുന്നതും ഒക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. The mirror is a silent witness to many human moments. It watches everything without judging or reacting. ഒന്നിനോടും റിയാക്ട് ചെയ്യാതെ ഒന്നിനെയും ജഡ്ജ് ചെയ്യാതെ ഒരു നിശബ്ദനായ സാക്ഷിയായിട്ട് മാറുകയാണ് മിറർ ഇവിടെ. Now I am a lake. A woman bends over me, searching my reaches for what she really is. Then she turns to those liars, the candles or the moon. I see her back and reflect it faithfully. ഇപ്പോ നമ്മുടെ മിററിന്റെ ഫോം മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് പറയുന്നത് നൗ ഐ ആം എ ലേക്ക് എന്നാണ്. ഇപ്പോ ഒരു ലേക്കിന്റെ രൂപത്തിലാണ് മിറർ സംസാരിക്കുന്നത്. Reflects the image but also has depth, suggesting hidden emotions, memories and layers of identity beneath the surface. ഒരു സർഫസ് മാത്രമുള്ള മിററിൽ നിന്ന് ഒരുപാട് ഡെപ്ത് ഉള്ള ഒരു ലേക്കിലേക്കാണ് തന്റെ ഫോം മാറ്റിയിരിക്കുന്നത്. മിററിന്റെ പോലെ തന്നെ ലേക്കും ഇമേജസിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഒരുപാട് ആഴമുണ്ട്. ഈ ആഴം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒളിച്ചിരിക്കുന്ന ഇമോഷൻസ് ആവാം, ഓർമ്മകളാവാം, ലെയേഴ്സ് ഓഫ് ഐഡന്റിറ്റി ആവാം. A woman bends over this lake, searching my reaches for what she really is, showing that she is not just checking her appearance but trying to desperately to understand her true self.
ഇപ്പോ നമ്മുടെ ലേക്കിലേക്ക് ഒരു സ്ത്രീ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവര് വെറുതെ അവരുടെ റിഫ്ലക്ഷന് വേണ്ടിയിട്ടല്ല നോക്കുന്നത്, പകരം ഈ തടാകത്തിന്റെ ആഴങ്ങളില് തന്റെ ഐഡന്റിറ്റിയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് സെർച്ച് റിഫ്ലെക്ട്സ് അവർ ഇന്നർ സ്ട്രഗിൾ വിത്ത് ഏജിങ് ആൻഡ് സെൽഫ് ആക്സെപ്റ്റൻസ്. ഈ സെർച്ച് കാണിക്കുന്നത് അവരുടെ ഉള്ളിലൊരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെയാണ്. അതായത് അവർക്ക് പ്രായം ഏറിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് ഈ റിഫ്ലക്ഷനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതൊട്ടും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഷീ ടേൺസ് ടു ലയേഴ്സ് ആൻഡ് കാൻഡിൽസ് ഓഫ് ദ മൂൺ which soften her reflection. These give her a more comforting but untruthful image. This shows her desire to escape harsh reality. തടാകത്തിൽ നോക്കി തന്റെ റിഫ്ലക്ഷൻ മനസ്സിലാക്കിയ സ്ത്രീ നേരെ തിരിയുന്നത് മെഴുകുതിരിയുടെയും മൂണിന്റെയും ഒക്കെ വെളിച്ചത്തിലേക്കാണ്. മിറർ അവരെ വിളിക്കുന്നത് ലയേഴ്സ് എന്നാണ്, നുണ പറയുന്നവർ എന്നാണ്. എന്തായിരിക്കും കാരണം? കാൻഡിൽസിന്റെയും മൂണിന്റെയും ഒക്കെ ലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? അധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് അല്ല, അത് കുറച്ച് ഡിം ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ്. സോ ആ ലൈറ്റിൽ കൊണ്ട് ഉണ്ടാകുന്ന റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ അത് സത്യത്തെ മറച്ചുകൊണ്ടുള്ള ഒരു ഇമേജ് ആണ്. അതുകൊണ്ടാണ് മിറർ അവരെ ലയേഴ്സ് എന്ന് വിളിക്കുന്നത്. ദിസ് ഷോസ് ഹർ ഡിസയർ ടു എസ്കേപ്പ് ഹാർഷ് റിയാലിറ്റി. തടാകത്തിൽ നിന്നുള്ള റിഫ്ലക്ഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെവിടേക്ക് തിരിഞ്ഞത്? മൂണിന്റെയും കാൻഡിൽസിന്റെയും ഒക്കെ അടുത്ത് തിരിഞ്ഞത്. അവർക്ക് ഈ ഹാർഷ് റിയാലിറ്റിനെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. Even when she turns away, the lake reflects her back, showing truth cannot be avoided. ഈ സ്ത്രീ തടാകത്തിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോഴും അതും നമ്മുടെ ലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതെന്താ കാണിക്കുന്നത്? സത്യത്തെ ഒരിക്കലും ആർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സത്യം ആക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ തടാകം റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. She rewards me with tears and an agitation of hands. I am important to her. She comes and goes. Each morning, it is her face that replaces the darkness. In me, she has drowned a young girl, and in me, an old woman rises towards her day after day like a terrible fish. Her reaction, tears and an agitation of hands, shows her emotional pain at seeing her face change and youth fade. ഇവിടെ ഓരോ വട്ടവും ആ സ്ത്രീ തടാകത്തിൽ വന്ന് തന്റെ റിഫ്ലക്ഷൻ നോക്കുമ്പോൾ വളരെയധികം ഇമോഷണൽ പെയിൻ ആണ് അവർ അനുഭവിക്കുന്നത്. കാരണം അവരുടെ യുവത്വം മങ്ങി മങ്ങി അവർ വാർദ്ധക്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദ മിറർ ലേക്ക് ബിക്കംസ് പാർട്ട് ഓഫ് ഹർ ഡെയിലി ലൈഫ്, റിഫ്ലക്റ്റിംഗ് ഹർ ഫേസ് ഈച്ച് മോർണിംഗ്. എല്ലാ ദിവസവും തന്റെ റിഫ്ലക്ഷൻ നോക്കാനായിട്ട് ലേക്കിലേക്ക് വന്ന് ആ തടാകം അവളുടെ ഡെയിലി ലൈഫിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. This shows her dependence on the reflection to understand who she is becoming. താൻ ആരാകുന്നു എന്നറിയാനുള്ള ആകാംക്ഷയോടെയാണ് എന്നും തടാകത്തിൽ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. The poem says she has drowned a young girl, meaning her youthful self has disappeared over time. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ യുവത്വവും മാറിക്കൊണ്ടിരിക്കുകയാണ്. Now an old woman rises towards her day after day like a terrible fish. ഇന്ന് തടാകത്തിൽ നിന്ന് ഉയർന്നു വരുന്ന റിഫ്ലക്ഷൻസ് എല്ലാം ഒരു യുവത്വമുള്ള സ്ത്രീയുടേതല്ല, ഒരു വാർദ്ധക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയുടേതാണ്. അതൊരു ടെറിബിൾ ഫിഷുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പ്രായമാവുന്നത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റാതെ ഒരു ടെറിബിൾ ഫിഷിന്റെ പോലെ ഷോക്കായി നിസ്സഹായായി നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് തടാകം എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ മിറർ എന്ന് പറഞ്ഞ പോയം. തന്റെ ഐഡന്റിറ്റിയുടെ ആഴങ്ങളാണ് ഈ ലേക്കിൽ വന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ യുവത്വമല്ല അവർക്ക് കാണുന്നത്, അവരുടെ വാർദ്ധക്യമാണ്. താൻ എന്താണ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഒരുപാട് ടെൻഷനുള്ള, ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ത്രീത്വത്തെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്താലോ? ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? The mirror itself is the speaker. It tells the poem from its own perspective. മിറർ ആണ് നമ്മളോട് സംസാരിക്കുന്നത്. അതിന്റെ സ്വന്തം കാഴ്ചപ്പാടാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. Why does the mirror say that it has no preconceptions? എന്തുകൊണ്ടാണ് മിറർ പറയുന്നത് എനിക്കൊരു മുൻധാരണകളും ഇല്ല എന്ന്? Because it does not judge, interpret or distort reality. അത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാനോ ജഡ്ജ് ചെയ്യാനോ ഇന്റർപ്രറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കുന്നില്ല. ഇറ്റ് സിംപ്ലി റിഫ്ലെക്ട്സ് തിങ്സ് എക്സാക്ട്ലി ആസ് ദേ ആർ. എന്താണോ കാര്യങ്ങൾ അതിനെ അങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്യാണ് നമ്മുടെ മിറർ ചെയ്യുന്നത്. ഡസ് ദ മിറർ റിവീൽ എനി ഇമോഷൻസ്? മിറർ ഏതെങ്കിലും ഇമോഷൻസിനെ കാണിക്കുന്നുണ്ടോ? നോ. ദ മിറർ സെസ് ഇറ്റ് ഈസ് ന്യൂട്രൽ. മിറർ പറയുന്നത് ഞാൻ ന്യൂട്രൽ ആണ്. നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ലവ്, ഡിസ്ലൈക്ക് ഓർ എനി ഫീലിങ്സ്. എന്റെ റിഫ്ലക്ഷൻസിനെ ലവോ ഹേറ്റോ ഒന്നും എഫക്ട് ചെയ്യില്ല. എനിക്ക് ഒരു ഇമോഷൻസും ഇല്ല. ഞാൻ ന്യൂട്രൽ ആണ് എന്നാണ് മിറർ പറയുന്നത്.
Why does the mirror compare itself to the eye of a little god? എന്തുകൊണ്ടാണ് മിറർ സ്വയം ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ് എന്ന് പറയുന്നത്? ടു ഷോ ഇറ്റ്സ് പവർ, അതോറിറ്റി ആൻഡ് ഡ്യൂട്ടി ടു റിവീൽ ട്രൂത്ത് ആൻഡ് റിയാലിറ്റി അക്യുറേറ്റ്ലി. മിററിന്റെ പവറും അതോറിറ്റിയും മാത്രമല്ല സത്യത്തെയും റിയാലിറ്റിയെയും ഒക്കെ കൃത്യമായി റിഫ്ലക്ട് ചെയ്യാനുള്ള തന്റെ ഡ്യൂട്ടിയെയും ഒക്കെയാണ് ഈ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് ദ മിറർ യൂഷ്വലി ഫോക്കസ് ഓൺ വെൻ ഇറ്റ് ഇസ് അലോൺ? മിറർ തന്നെയാണെങ്കിൽ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും? When it is alone, the mirror usually focuses on the pink speckled wall in front of it. നിറയെ കുത്തുകളും പുള്ളികളൊക്കെ ഉള്ള ഒരു പിങ്ക് വാളിനെയാണ് എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Why does the mirror compare itself to a lake? എന്തുകൊണ്ടാണ് മിറർ തന്നെ തടാകമായിട്ട് കമ്പയർ ചെയ്യുന്നത്? A lake also reflects but has depth, symbolizing hidden emotions, memories and layers of identity beneath the surface. മിററിന്റെ പോലെ തന്നെ ഒരു തടാകവും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ആഴങ്ങളുണ്ട്. ആ ആഴങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിഡൻ ഇമോഷൻസ് ആവാം, ഓർമ്മകളാവാം, അല്ലെങ്കിൽ ഐഡന്റിറ്റിയുടെ ലെയേഴ്സും ആവാം. വാട്ട് ഡസ് ദ വുമൻ സെർച്ച് ഫോർ ഇൻ ദ ലേക്ക് അക്കോർഡിംഗ് ടു ദ പോയം? എന്താണ് ഈ സ്ത്രീ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Her true self and identity. Pick out the line which shows the emotional turmoil of the woman. ഈ സ്ത്രീയുടെ ഇമോഷണൽ സ്ട്രഗിൾ കാണിക്കുന്ന വരി കാണിക്കാനാണ് പറയുന്നത്. Tears and agitation of hands ആണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. അവർക്ക് ആ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് ആണ്. ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. When does the woman's face replace the darkness? എപ്പോഴാണ് ഈ സ്ത്രീയുടെ മുഖം ഡാർക്ക്നെസ്സിനെ റീപ്ലേസ് ചെയ്യുന്നത്? Each morning when she looks into the mirror lake. എല്ലാ ദിവസവും രാവിലെ ഈ സ്ത്രീ ലേക്കിൽ വന്ന് നോക്കുമ്പോഴാണ് ഡാർക്ക്നെസ്സിനെ ഈ സ്ത്രീയുടെ മുഖം റീപ്ലേസ് ചെയ്യുന്നത്. Who are the liars mentioned in the poem? Why are they called so? ആരൊക്കെയാണ് പോയത്തില് ലയേഴ്സ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്? The candles and the moon. നമുക്കറിയാം ക്യാൻഡൽസും മൂണുമാണ്. They are called liars because their soft, dim light hides flaws and gives more flattering, untruthful reflection. അവരുടെ ലൈറ്റ് വളരെ സോഫ്റ്റ് ആണ്, മാത്രമല്ല അത്ര ബ്രൈറ്റ് അല്ല, ഡിം ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മുഖത്തുള്ള ചുളിവുകളോ അവരുടെ ഫ്ലോസോ ഒന്നും ഈ റിഫ്ലക്ഷനിൽ കാണില്ല. സത്യം തുറന്നു കാണിക്കാത്തത് കൊണ്ടാണ് അവരെ ലയേഴ്സ് എന്ന് വിളിക്കുന്നത്. Does the mirror feel that it is important to the woman? Why? മിററിന് തോന്നുന്നുണ്ടോ ഈ സ്ത്രീയുടെ ജീവിതത്തില് ഈ മിററിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്? The mirror lake is part of her daily life and she relies on it to understand herself and her changing identity. ഈ തടാകം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തില് വളരെ ഇമ്പോർട്ടന്റ് ആണ്. താൻ എങ്ങനെയാണുള്ളത്, താൻ എന്തിലേക്കാണ് മാറുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ലേക്കിലെ റിഫ്ലക്ഷൻസിനെയാണ്. അതുകൊണ്ടാണ് മിറർ അങ്ങനെ പറയുന്നത്. What does the mirror mean by saying that in it a young girl has drawn herself and an old woman rises towards her day after day like a terrible fish? It means her youth has disappeared and now age is showing clearly, bringing shock, fear and helplessness as she confronts the reality of aging. ആ സ്ത്രീയുടെ യുവത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യത്തിലേക്ക് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിയാലിറ്റി അവർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഷോക്കിങ്ങും അല്ലെങ്കിൽ ഒരുപാട് പേടിയുള്ള വളരെ നിസ്സഹായമായി നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവരെ ടെറിബിൾ ഫിഷ് എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുന്നത്. Have you heard of certain magical mirrors in fairy tales or movies? ഏതെങ്കിലും സിനിമയിലോ ഫാരി ടെയിലോ ഒക്കെ നിങ്ങൾ മാജിക്കൽ മിറേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? Mirror, mirror on the wall, who is the fairest of all? These lines from a fairy tale, Snow White and the Seven Dwarfs, appears in the Disney movie with the same name. Who asked the above question in the movie or in the fairy tale? What is the mirror's response? Find out. മിററിനോട് ചോദിക്കുകയാണ്, ആരാണ് ഏറ്റവും ഫെയർ ആയിട്ടിരിക്കുന്നത്, വെളുത്തിരിക്കുന്നതെന്ന്. സ്നോ വൈറ്റ് ആൻഡ് ദ സെവൻ ഡ്വാർഫ്സിലെ ഒരു വരിയാണിത്. ക്വീനാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത്. അപ്പോ ആദ്യം നമ്മുടെ മിറർ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, Thou, queen, are the fairest in the land. ക്വീൻ, നിങ്ങളാണ് എല്ലാവരിലും ഫെയറസ്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ആദ്യം മിററിന്റെ റെസ്പോൺസ് ആയിരുന്നേ. പക്ഷെ പിന്നീട് സ്നോ വൈറ്റ് വന്നതിന് ശേഷം മിറർ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തു, സ്നോ വൈറ്റ് ഓ ക്വീൻ ഇസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. പിന്നീട് സ്നോ വൈറ്റ് ആണ് ക്വീനിനേക്കാൾ ഫെയർ ആയിട്ടുള്ളത്. അപ്പോ ഇത് കാണിക്കുന്നത് എന്താ? എങ്ങനെയായാലും മിറർ സത്യമേ പറയൂ. ആരെയും പ്ലീസ് ചെയ്യാനോ കംഫർട്ട് ചെയ്യാനോ മിറർ ഒരിക്കലും സത്യത്തെ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുകയോ ഇല്ല. ഇനി നമുക്ക് അപ്രിസിയേഷന്റെ സെക്ഷനിലേക്ക് കിടക്കാം അല്ലേ. നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആദ്യം ആൻസർ ചെയ്യാം. How does the poem explore the themes of identity and truth? The poem explores identity and truth through the voice of the mirror.
which represents an objective and honest reality. ഈ മിറർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? വസ്തുനിഷ്ഠമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്. It reflects people exactly as they are without flattering or judging them. ആളുകളെ ജഡ്ജ് ചെയ്യാതെ എന്നാൽ പുകഴ്ത്താതെ എങ്ങനെയാണോ അവർ അങ്ങനെ തന്നെ കൃത്യമായി പകർത്തുകയാണ് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Forcing the woman to confront her true self, including her aging and fading beauty. തനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടെ ആ സത്യത്തെ നേരിടാനായിട്ട് ആ സ്ത്രീയെ ഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അവരുടെ ഏജിങ്ങിനെയും അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്ന സൗന്ദര്യത്തെയും ഒക്കെ അവർ നോക്കി കാണുന്നത് ഈ തടാകത്തിലെ റിഫ്ലക്ഷനിൽ കൂടെയാണ്. As she looks into the lake, she searches for her real identity. But what she finds is painful, showing that truth is unavoidable and that a person's identity is shaped by time, appearance and self-perception. അവർ ആ മിററിൽ തന്റെ റിയൽ ഐഡന്റിറ്റിക്ക് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ അവർ കാണുന്നത് വളരെ വേദനിപ്പിക്കുന്ന എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത സത്യങ്ങളാണ്. നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? തന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ടൈമും അപ്പിയറൻസും സെൽഫ് പെർസെപ്ഷനും കൊണ്ടെല്ലാം ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. I am not cruel, only truthful. Comment on this statement. A mirror's special quality is that it reflects everything exactly as it is without adding feelings or judgments. യാതൊരു ഫീലിങ്സോ ജഡ്ജ്മെന്റ്സോ ഒന്നും ആഡ് ചെയ്യാണ്ട് കാര്യങ്ങൾ എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ വളച്ചൊടിക്കാണ്ട് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മിററിന്റെ സ്പെഷ്യൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. It shows only the truth. That is why the mirror says, I am not cruel, only truthful. When the woman looks into the mirror, she sees her aging face and fading beauty, which makes her sad. The mirror is not trying to hurt her, it only shows the truth, and sometimes the truth makes people feel upset. What seems cruel is not the mirror's truth, but our inability to accept that truth. ഇവിടെ മിറർ റിഫ്ലക്ട് ചെയ്യുന്നത് സത്യത്തെ മാത്രമാണ്. അതുകൊണ്ടാണ് മിറർ പറയുന്നത് ഞാൻ ക്രൂവൽ അല്ല, ട്രൂത്ത്ഫുൾ ആണെന്ന്. ആ സ്ത്രീ തടാകത്തിലേക്ക് നോക്കിയിട്ട് തന്റെ ഏജിങ് ആയിട്ടുള്ള ഫേസും നഷ്ടപ്പെടുന്ന യുവത്വമൊക്കെ കണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ചില സമയത്ത് സത്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ അപ്സെറ്റ് ആക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടെ ശരിക്കും സത്യസന്ധമായ മിററിന്റെ റിഫ്ലക്ഷൻ അല്ല പ്രശ്നം, സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. വാട്ട് ഡസ് ദ വുമൻ സെർച്ച് ഫോർ ഇൻ ദ ലേക്ക്? തടാകത്തില് സ്ത്രീ സെർച്ച് ചെയ്യുന്നത് എന്താണ്? വൈ ഡസ് ഷീ ടേൺസ് ടു ദ ലയേഴ്സ്? The woman searches for her identity and her lost youth in the lake, hoping to find the person she was once, was young, beautiful and confident. ഈ സ്ത്രീ തടാകത്തിൽ സെർച്ച് ചെയ്യുന്നത് തന്റെ ഐഡന്റിറ്റിയെയും തനിക്ക് നഷ്ടപ്പെട്ടു പോയ യുവത്വത്തെയുമാണ്. അവർ വിചാരിക്കുന്നത് അവർക്ക് ഈ റിഫ്ലക്ഷനിൽ നിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, യങ് ആയിട്ടുള്ള, കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കാണാമെന്നാണ്. But instead she finds a truth that is hard to accept. പക്ഷേ അവർ ആ റിഫ്ലക്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്ന സത്യം എന്ന് പറയുന്നത് വളരെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. The lake, like the mirror, shows her real self, including her aging, which makes her uncomfortable. ലേക്കിലെ റിഫ്ലക്ഷൻ നിന്ന് മനസ്സിലാക്കുന്ന സത്യങ്ങൾ അവരെ വളരെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്. She turns to the liars such as candles and the moon because they hide her wrinkles and other painful signs of aging, making her feel more comfortable and at ease. ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സത്യങ്ങൾ വിളിച്ചു പറയുന്ന തടാകത്തിൽ നിന്ന് അവരെ ലയേഴ്സ് ആയിട്ടുള്ള മൂണിന്റെയും കാൻഡിൽസിന്റെയും ഒക്കെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം അവരുടെ ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡിമ്മും സോഫ്റ്റും ഒക്കെയാണ്. അത് നമ്മുടെ സ്ത്രീയുടെ മുഖത്തുള്ള ചുളിവുകളെയും പ്രായം കാണിക്കുന്ന മറ്റ് അടയാളങ്ങളെയും ഒക്കെ സോഫ്റ്റ് ആക്കി ഹൈഡ് ചെയ്ത് കാണിക്കുന്നു. ഇത് അവരെ കൂടുതൽ കംഫർട്ടബിളും കോൺഫിഡന്റും അല്ലെങ്കിൽ ഒരു സമാധാനമൊക്കെയാണ് തരുന്നത്. She prefers these soft, false images because they protect her from the harsh truth about herself. അവർ പ്രിഫർ ചെയ്യുന്നത് ഈ സത്യസന്ധമല്ലാത്ത ചിത്രങ്ങളാണ്. കാരണം ട്രൂ റിഫ്ലക്ഷൻസ് അവർക്ക് എപ്പോഴും വളരെ വേദനയാണ് കൊടുക്കുന്നത്. Mirror, mirror on the wall, let's find the poetic devices. Look into the mirror below and observe the terms on it. These are the poetic devices used by poets from ancient times. You may try to match the terms with their definitions and examples from the poem and fill up the table below. ഈ മിററിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് കൊടുത്തിട്ടുണ്ട്. ഇമേജറി, പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ, സിംബലിസം, അലിട്രേഷൻ, സിമിലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഡെഫിനിഷൻസും പിന്നെ എക്സാമ്പിളും പോയറ്റ് എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആദ്യം നമുക്ക് പേഴ്സോണിഫിക്കേഷൻ എന്താ നോക്കാം. Attributes human characteristics to non-human objects or creatures. മനുഷ്യന്റെ ക്വാളിറ്റീസ് മനുഷ്യരല്ലാത്ത ഒബ്ജക്റ്റിലോ ക്രീച്ചേഴ്സിലോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക.
അതിന്റെ എക്സാമ്പിൾ ആണ് മേഘം കരയുന്നു, സൂര്യൻ ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. നമുക്ക് പോയത്തിൽ നിന്ന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മിറർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഒരു പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ള ഇമേജ് ആണ്. കാരണം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. I have no preconceptions. I am not cruel, only truthful. I meditate on the opposite wall. Whatever I see, I swallow immediately. I am silver and exact. എന്നെല്ലാം പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. അടുത്തതാണ് അലിറ്ററേഷൻ. പോയത്തില് താളം കൊണ്ടുവരുന്ന ഒരു എലമെന്റ് ആണിത്. Repetition of the initial consonant sound in words adjacent to each other. നമുക്ക് എക്സാമ്പിൾ നോക്കാം. Most of the time I meditate on the opposite wall. തന്നിരിക്കുന്ന ലൈനിൽ രണ്ട് വാക്കുകളുടെ ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുള്ള കോൺസണന്റ് സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? മോസ്റ്റ്, മെഡിറ്റേറ്റ്. സോ ഇതിനാണ് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയാം. അടുത്ത വരി നോക്കൂ. whatever I see, I swallow immediately. സോ എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ട് ആണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് സിമിലി. compares two different objects using the words like or as. ലൈക്കോ ആസോ വെച്ച് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയാം. ഈ പരസ്യത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്നൊക്കെ. സോ നമ്മളവിടെ കമ്പയർ ചെയ്യാണ്. നമ്മുടെ പോയത്തില് റൈസസ് ടുവാർഡ് ഹർ ഡേ ആഫ്റ്റർ ഡേ ലൈക്ക് എ ടെറബിൾ ഫിഷ്. ഇവിടെ ആ സ്ത്രീയെ ടെറബിൾ ഫിഷുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അടുത്തതാണ് സിംബലിസം. A person, situation, word or object is shown to represent another thing. കാണിച്ചിരിക്കുന്ന വസ്തുക്കളാകട്ടെ, ആളുകളാകട്ടെ, വാക്കുകളാവട്ടെ മറ്റൊന്നിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സിംബലിസം എന്ന് പറയാം. പോയത്തിൽ നിന്നുള്ള എക്സാമ്പിൾ ആണ് ലേക്ക്. ലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ ഡെപ്ത് റാദർ ദാൻ സർഫസ് ട്രൂത്ത്. നമ്മൾ പറഞ്ഞല്ലേ ഇമോഷണൽ ഡെപ്തിനെയും ഹിഡൻ ട്രൂത്തിനെയും ഒക്കെയാണ് ലേക്ക് കാണിക്കണേന്ന്. മിറർ സിംബലൈസ് ചെയ്യുന്നത് പ്യുവർ അൺഫിൽറ്റേർഡ് ട്രൂത്തിനെയാണ്. മൂന്നും കാൻഡിൽസും സിംബലൈസ് ചെയ്യുന്നത് സെൽഫ് ഡിസെപ്ഷൻ ഓർ കംഫർട്ടിംഗ് ഇല്യൂഷൻസ് പീപ്പിൾ പ്രിഫർ ഓവർ റിയാലിറ്റി. മൂന്നും കാൻഡിൽസും റിഫ്ലക്ട് ചെയ്യുന്നത് ഇല്യൂഷനെയാണ്. കാരണം അത് സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷെ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ടെറിബിൾ ഫിഷ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് അവർക്ക് ആ ഏജിങ്ങിനോടുള്ള ഒരു പേടിയാണ്. അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അടുത്തതാണ് മെറ്റഫർ. സിമിലിയെ പോലെ തന്നെ മെറ്റഫറും രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, നൗ ഐ ആം എ ലേക്ക് എന്നാ പറയുന്നത്. മിറർ പറയാണ് ഞാനിപ്പോൾ ഒരു തടാകമാണ്, ഞാൻ തടാകത്തെ പോലെയാണെന്നല്ല പറയുന്നത്, ഞാനൊരു തടാകമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡും മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് മറ്റൊന്നാണെന്നുള്ള പോലെയാണ് നമ്മൾ പറയുന്നതെന്ന് മാത്രം. അടുത്തതാണ് ഇമേജറി പറയുന്നത്. ഇമേജറി എന്ന് പറയുന്നത് ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ്. അത് നമ്മുടെ സെൻസസിനെ അപ്പീൽ ചെയ്യുന്ന തരത്തിലാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിത് വായിക്കുമ്പോൾ കാണാൻ പറ്റുന്ന പോലെ, കേൾക്കാൻ പറ്റുന്ന പോലെ, സ്മെൽ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ അത് ഇമേജറി ആ പോയത്തിൽ ഉപയോഗിച്ചത് കൊണ്ടാണ്. നമ്മുടെ വിഷ്വൽ ഇമേജറി ആണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട്. ഇറ്റ് ഈസ് പിങ്ക് വിത്ത് സ്പെക്കിൾസ്. ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് സെപ്പറേറ്റ് us. Now I am a lake. A woman bends over me. Candles or the moon. In me she has drawn a young girl. An old woman rises towards her day after day like a terrible fish. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ ഇതൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ വിഷ്വൽ ഇമേജറി എന്ന് വിളിക്കുന്നത്. അടുത്തത് നമ്മളോട് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാനാണ് പറയുന്നത്. Write a critical appreciation of Mirror by Sylvia Plath, focusing on its themes and poetic technique. Explore how the poem conveys ideas related to truth, identity, and aging through a variety of literary devices. Take into account the following aspects. നമ്മളോട് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നാണ് പറയുന്നത്. തീം ഉൾപ്പെടുത്തണം. പിന്നെ പോയറ്റിക് ഡിവൈസസ് എങ്ങനെയാണ് ഈ തീമിനെ നന്നായി കൺവേ ചെയ്യുന്നത് അല്ലെങ്കിൽ പോയറ്റിക് ക്വാളിറ്റി കൂട്ടുന്നത് എന്നൊക്കെ പറയണം. പിന്നെ ഈ പോയത്തിന്റെ ടോൺ എന്താണ്, അല്ലെങ്കിൽ വായനക്കാരുമായിട്ട് കൺവേ ചെയ്യുന്ന മൂഡ് എന്താണ് എന്നൊക്കെ നമ്മൾ പറയണം. പിന്നെ ഈ പോയത്തിന്റെ സ്ട്രക്ചർ നമുക്ക് രണ്ട് സ്റ്റാൻസിയാണുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറിയും ഒക്കെ എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സപ്പോർട്ട് യുവർ അനാലിസിസ്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസും എടുത്ത് പറയാനാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതേണ്ടത്. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് മിറർ ബൈ സിൽവിയ പ്ലാത്ത്. Sylvia Plath's Mirror is a thoughtful and powerful poem that explores themes of truth, identity, self-perception, and the passage of time. പ്ലാത്തിന്റെ മിറർ എന്ന് പറയുന്ന പോയം ട്രൂത്തും ഐഡന്റിറ്റിയും സെൽഫ് പെർസെപ്ഷനും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. വോയിസ് ഓഫ് എ മിറർ, പ്ലാത്ത് presents an honest and emotional picture of how human beings view themselves. The title, Mirror, suggests self-reflection and honesty. A mirror shows things exactly as they are without changing or hiding anything. But that truth can be difficult to face.
The mirror becomes a symbol of reality, forcing people to see their true selves. ഒരു മിറർ കാര്യങ്ങൾ കൃത്യമായി കാണിക്കുന്നു, ഒന്നും ഹൈഡ് ചെയ്യോ ചേഞ്ച് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന സത്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടെ മിറർ സിംബലൈസ് ചെയ്യുന്നത് യാഥാർത്ഥ്യത്തെയാണ്, ആളുകളെ സത്യത്തെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. The speaker of the poem is the mirror itself. പോയത്തിലുടനീളം വായനക്കാരുമായിട്ട് സംസാരിക്കുന്നത് മിറർ തന്നെയാണ്. The mirror describes itself as truthful and objective. ഇവിടെ മിറർ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ കാണിക്കുന്ന ഒരാളായിട്ടാണ്. In the second stanza, it changes into a lake, which suggests deeper reflection and inner searching. This change shows how the woman is not only looking at her appearance but also searches for her identity. രണ്ടാമത്തെ സ്റ്റാൻസിലാവുമ്പോൾ മിറർ ഒരു തടാകമായിട്ട് മാറാണ് ചെയ്യുന്നത്. ഈ ചേഞ്ച് കാണിക്കുന്നത് ആ സ്ത്രീ അവരുടെ അപ്പിയറൻസ് മാറിയത് എങ്ങനെയാണെന്ന് മാത്രമല്ല സെർച്ച് ചെയ്യുന്നത്, ലേക്കിലെ റിഫ്ലക്ഷനിൽ കൂടെ അവരവരുടെ ഐഡന്റിറ്റി കൂടിയാണ് സെർച്ച് ചെയ്യുന്നത്. The subject of the poem is a woman's emotional struggle with aging. ഈ പോയത്തിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് മിററിന്റെ സത്യസന്ധത മാത്രമല്ല, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ത്രീയുടെ ഇമോഷണൽ സ്ട്രഗിളും കൂടിയാണല്ലേ. As she looks into the lake, she sees her youth fading. This makes her uncomfortable and sad because it changes how she sees herself. The poem shows that the mirror reflects not just her face but also her changing identity. ഇവിടെ സ്ത്രീ തടാകത്തിൽ നോക്കുമ്പോൾ അവർക്ക് കാണുന്നത് അവരുടെ യുവത്വം മായുന്നതാണ്. ഈ സത്യം അവരെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. The poem has two stanzas. The first stanza focuses on the mirror being truthful and objective. ആദ്യത്തെ സ്റ്റാൻസയിൽ മുഴുവൻ പറയുന്നത് മിറർ ട്രൂത്ത്ഫുൾ ആണ്, ഒബ്ജക്റ്റീവ് ആണെന്നൊക്കെയാണ്. The second stanza shows the woman's emotional reaction as she looks for her true self. എന്നാൽ സെക്കൻഡ് സ്റ്റാൻസയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ റിഫ്ലക്ഷൻ കണ്ടിട്ടുള്ള ആ സ്ത്രീയുടെ റിയാക്ഷൻ ആണ്. This two-part structure highlights the contrast between cold truth and human feelings. ഇത് കാണിക്കുന്നത് സത്യസന്ധമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന നമ്മുടെ മിററിനെയും അത് കണ്ട് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഹ്യൂമൻ ബീയിങ്ങിനെയുമാണ്. Sylvia Plath uses powerful poetic devices to express this idea. ഈ പോയത്തിലെ ഐഡിയാസ് എഫക്റ്റീവായിട്ട് കൺവേ ചെയ്യാനായിട്ട് ഒരുപാട് പോയറ്റിക് ഡിവൈസസ് സിൽവിയ പ്ലാത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. Personification is used when the mirror says, "I am silver and exact," giving it a human voice. ഈ പോയത്തിലുടനീളം മിററിനെ പേഴ്സോണിഫൈ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. The mirror acts as metaphor for truth and self-examination by changing its form as seen in "Now I am a lake." മിറർ പറയാണ് "Now I am a lake" എന്ന്. അതൊരു മെറ്റഫറാണ്. ട്രൂത്തും സെൽഫ് എക്സാമിനേഷനും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവി ഉപയോഗിച്ചിട്ടുള്ളത്. The symbolism of the terrible fish represents the women's fear of aging, while candles and the moon symbolizes false beauty and comforting illusions that hide reality. ഇവിടെ ടെറിബിൾ ഫിഷ് എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. അത് കാണിക്കുന്നത് പ്രായമാവുന്നതിനോടുള്ള സ്ത്രീയുടെ ഭയത്തെയാണ്. മാത്രമല്ല കാൻഡിൽസും മൂണും ഒക്കെ ഒരു സിമ്പിളാണ്. അത് കാണിക്കുന്നത് കംഫർട്ടിംഗ് ആയിട്ടുള്ള ഇല്യൂഷൻസിനെ ഒക്കെയാണ്. അത് സത്യത്തെ മറച്ചു വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കംഫർട്ടിംഗ് ഇമേജസ് കൊടുക്കുന്നത്. Visual imagery such as "I am silver and exact" and "it is pink with speckles" helps the reader clearly picture the mirror and its surrounding. വിഷ്വൽ ഇമേജറിയും ഉപയോഗിച്ചിട്ടുണ്ട്. "I am silver and exact," "it is pink with speckles" എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നന്നായി വിഷ്വലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. The imagery in the lines "a woman bends over me, searching my reaches for what she really is" shows the woman's inner struggle as she looks for her true identity in the reflection. Through these devices, Plath effectively presents the emotional struggle between truth and self-acceptance. ഈ പോയറ്റിക് ഡിവൈസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്ലാത്ത് ട്രൂത്തും സെൽഫ് ആക്സെപ്റ്റൻസും തമ്മിലുള്ള ഒരു ഇമോഷണൽ സ്ട്രഗിളിനെ പ്രസന്റ് ചെയ്യുന്നത്. Read the excerpt given below from the poem An Introduction by Kamala Das. തന്നിരിക്കുന്ന പോയം എന്ന് പറയുന്നത് കമലാദാസിന്റെ An Introduction എന്ന് പറഞ്ഞ പോയത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്കത് ആദ്യം വായിക്കാം. I am an Indian, very brown, born in Malabar. I speak 3 languages, write in 2, dream in 1. ഞാനൊരു ഇന്ത്യക്കാരിയാണ്, ബ്രൗൺ കളറാണ്, മലബാറിലാണ് ജനനം. ഞാൻ 3 ലാംഗ്വേജസിൽ സംസാരിക്കും, 2 ലാംഗ്വേജസിൽ എഴുതും, ഒരെണ്ണത്തിൽ സ്വപ്നം കാണും. Don't write in English, they said. English is not your mother tongue. ഇംഗ്ലീഷിൽ എന്തിനാ എഴുതണേ? ഇംഗ്ലീഷ് നിന്റെ മദർ ടങ് അല്ലല്ലോ. Why not leave me alone? Critics, friends, visiting cousins, every one of you. ഇങ്ങനെ വിമർശിക്കുന്നവരോടും ഫ്രണ്ട്സിനോടും കസിൻസിനോടും എല്ലാം ചോദിക്കാണ്, എന്നെ ഒന്ന് വെറുതെ വിടാമോ? Why not let me speak in any language I like?
എനിക്കിഷ്ടമുള്ള ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ. The language I speak becomes mine. Its distortions, its cureness, all mine, mine alone. ഞാൻ സംസാരിക്കുന്ന ഭാഷ എന്റെയാണ്. അതിലെത്ര വിചിത്രതയുണ്ടെങ്കിലും അതിലെത്ര കുറവുകളുണ്ടെങ്കിലും അതൊക്കെ എന്റെയാണ്. It is half English, half Indian, funny perhaps, but it is honest. It is as human as I am human. Don't you see? അത് ചിലപ്പോൾ പകുതി ഇംഗ്ലീഷ് ആയിരിക്കും, പകുതി ഇന്ത്യൻ ആയിരിക്കും, ചിലപ്പോൾ തമാശയായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ഇത് സത്യസന്ധമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഞാൻ മനുഷ്യനായിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ ഭാഷയും മനുഷ്യത്വമുള്ളത് തന്നെയാണ്. It voices my joys, my longings, my hopes, and it is useful to me as cawing is to crows or roaring to the lions. എൻ്റെ സന്തോഷങ്ങൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ പ്രതീക്ഷകൾക്കും എല്ലാം ശബ്ദം നൽകുന്നത് ഈ ഭാഷയാണ്. സിംഹങ്ങൾ അലർന്ന പോലെയും കാക്ക കരയുന്ന പോലെയൊക്കെ തന്നെയാണ്, അത്രയും നേച്ചുറലാണ് എനിക്ക് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അതിലെ കുറവുകളും കുറ്റങ്ങളും ഒന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം ഈ ഭാഷ എൻ്റേത് മാത്രമാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഇനി നമുക്കതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. Who according to you is the speaker in the above lines? The poet Kamala Das herself. ഈ പോയത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് കമലാ ദാസ് ആണ്. What issue does the speaker try to address in the poem? About her identity as an Indian woman. ഒരു ഇന്ത്യൻ വുമൺ ആയിട്ടുള്ള നമ്മുടെ കവിയുടെ ഐഡന്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് വായനക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. Does the poem reflect the poet's cultural background? Explain. പോയറ്റിന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പോയത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? Yes, the poem reflects Kamala Das' cultural identity. She openly says, I am Indian, very brown, born in Malabar, showing her roots and pride in being Indian. അവര് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യക്കാരിയാണ്, ബ്രൗൺ ആണ്, അവരുടെ റൂട്ട്സ് ആണ് അവർ അതിൽ കൂടെ തുറന്നു കാണിക്കുന്നത്. Does the poem expose the poet's innermost thoughts and feelings? പോയറ്റിന്റെ ഉള്ളിലുള്ള ചിന്തകളും ഫീലിംഗ്സും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ? Support your answer with examples from the lines above. Yes, the poet reveals her inner thoughts throughout the poem. She protests against being told how to speak when she says, why not leave me alone? അവരവരുടെ ചിന്തകൾ വളരെ കൃത്യമായിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടല്ലേ. അവരോട് ഏത് ഭാഷയിൽ സംസാരിക്കണം, ഏത് ഭാഷയിൽ എഴുതണം എന്നൊക്കെ ചുറ്റുമുള്ള ആളുകൾ പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്നത് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്നാണ്. She insists that the language she uses is her own. The language I speak becomes mine എന്നാണ് പറയുന്നത്. ചുറ്റുമുള്ള ആളുകൾ മൊത്തം പറയുന്നുണ്ട്, നീ എന്തിനാ ഇംഗ്ലീഷിൽ എഴുതുന്നത്, ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയല്ലല്ലോ എന്ന്. പക്ഷേ തിരിച്ച് നമ്മുടെ കവി പറയുന്നത് ഞാൻ സംസാരിക്കുന്ന ഭാഷ എൻ്റേത് തന്നെയാണെന്നാണ്. She shows that self-expression is natural. Cawing is to crows and roaring to lions. സിംഹത്തിന്റെയും കാക്കകളുടെയും ഒക്കെ ഭാഷ പോലെ തന്നെ വളരെ നേച്ചുറലാണ് ഞാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജും. അതിൽ പ്രത്യേകിച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള വേറെ എലിമെന്റ്സ് ഒന്നും ഇല്ല എന്നാണ് കവി പറയുന്നത്. Poems that reveal the poet's innermost emotions, personal experience and emotional struggle are confessional poem. ഒരു കവിത ആ കവിയുടെ ഉള്ളിലെ ഇമോഷൻസോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളോ പേഴ്സണൽ എക്സ്പീരിയൻസോ ഇമോഷണൽ സ്ട്രഗിളോ ഒക്കെ കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് കൺഫെഷണൽ പോയംസ് എന്നാണ്. They are almost always written in first person. ഇത്തരത്തിലുള്ള പോയംസ് എപ്പോഴും ഫസ്റ്റ് പേഴ്സണിലാണ്, അതായത് ഐ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. The language of such poems is usually plain and direct and the emotions raw and open. അതിലെ ഇമോഷൻസ് എപ്പോഴും വളരെ ഓപ്പൺ ആയിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. അതിലിങ്ങനെ മറച്ചു വെക്കലുകളോ കൂടുതൽ ഡെക്കറേഷനോ ഒന്നും ഉണ്ടാവില്ല. എന്താണോ തോന്നുന്നത് അതങ്ങനെ തന്നെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുക. Now let's revisit the poem Mirror and reflect on the following question. Is the poem in the first person? സിൽവിയ പ്ലാത്തിന്റെ മിറർ എന്ന് പറഞ്ഞ പോയം ഫസ്റ്റ് പേഴ്സണിലാണോ എഴുതിയിട്ടുള്ളത്? യെസ്, ദ പോയം മിറർ is in the first person because the speaker, the mirror speaks as I. ഇവിടെ മിറർ സംസാരിക്കുന്നത് ഐ എന്ന് പറഞ്ഞിട്ടാണല്ലേ, സോ അത് ഫസ്റ്റ് പേഴ്സണിൽ എഴുതിയിട്ടുള്ള പോയം തന്നെയാണ്. Do you think the speakers in an introduction and mirror are open and honest about their feelings? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇൻട്രൊഡക്ഷനിലെ സ്പീക്കറും മിററിലെ സ്പീക്കറും വളരെ ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് ആയിട്ട് അവരുടെ ഫീലിംഗ്സ് തുറന്നു പറയുന്നുണ്ടെന്ന്? യെസ്, both speakers are open and honest. They express their true thoughts and emotions clearly, showing self-awareness and emotional honesty. രണ്ടുപേരും വളരെ സത്യസന്ധമായിട്ടാണ് റീഡേഴ്സുമായിട്ട് സംസാരിക്കുന്നത് അല്ലേ. അതിലൂടെ നമുക്ക് അവരുടെ സെൽഫ് അവയർനെസ്സും ഇമോഷണൽ ഓണസ്റ്റിയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. Do you notice any similarities in the tone of both poems? ഈ രണ്ട് പോയത്തിലും സിമിലർ ടോൺ ആണോ അവർ യൂസ് ചെയ്തിട്ടുള്ളത്? യെസ്, both poems share a tone of self-reflection and emotional honesty as the speakers confront their true selves.
രണ്ട് പോയത്തിലും സെൽഫ് റിഫ്ലക്ഷനും ഇമോഷണൽ ഓണസ്റ്റിയും നമുക്ക് കാണാൻ പറ്റും. സ്വയം നല്ല ധാരണയുള്ള ആളുകളാണ്, മാത്രമല്ല അവരുടെ ട്രൂ സെൽഫിനെ അവർ നേരിടുന്നുണ്ട്. Is the poem Mirror confessional in nature? മിറർ എന്ന് പറഞ്ഞ പോയം ഒരു കൺഫെഷണൽ പോയാണോ? സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് എക്സാമ്പിൾസ് ഫ്രം ദ പോയം. Yes, Mirror has confessional elements. It reveals the woman's deep personal fears such as aging and losing her youthful identity, reflecting her inner emotions openly. മിറർ എന്ന് പറഞ്ഞ പോയത്തില് ആ സ്ത്രീയുടെ പേഴ്സണൽ ഫിയേഴ്സ് ഒക്കെ തുറന്നു കാണിക്കുന്നുണ്ട്. അതായത് പ്രായമാവുന്നതിനോടുള്ള അവരുടെ ഭയവും അവരുടെ യുവത്വം നഷ്ടപ്പെടുന്നതിനോടൊക്കെയുള്ള അവരൊരു പേടി വളരെ ക്ലിയർ ആയിട്ടാണ് കാണിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇൻ മീ ഷി ഹാസ് ഡ്രോൺഡ് എ യങ് ഗേൾ ആൻഡ് ഇൻ മീ ആൻ ഓൾഡ് വിമൻ റൈസസ് ടുവേർഡ് ഹർ ഡേ ആഫ്റ്റർ ഡേ ലൈക്ക് എ ടെറബിൾ ഫിഷ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ പോയം ഒരു കൺഫെഷണൽ പോയം തന്നെയാണ്. റൈറ്റ് എ പാരഗ്രാഫ് കമ്പയറിംഗ് ദ തീംസ് ഓഫ് ആൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് മിറർ. How do the poems explore the notions of identity, self-awareness, and personal struggle? In an introduction, Kamala Das talks openly about herself. ഇൻട്രൊഡക്ഷനിൽ കമല ദാസ് അവരെ പറ്റി വളരെ ഓപ്പൺ ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. She shares her feelings as an Indian woman and explains her struggle with society for writing in English. അവരൊരു ഇന്ത്യൻ വിമൺ ആയിട്ടിരിക്കെ ഇംഗ്ലീഷിൽ എഴുതുന്നതിനുള്ള ചലഞ്ചസും സ്ട്രഗിളും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. She wants the freedom to speak and express herself. ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കാനും എഴുതാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. This poem is an example of confessional poetry where poets write honestly about their own life and emotions. ഈ പോയം കൺഫെഷണൽ പോയട്രിക്ക് ഒരു എക്സാമ്പിൾ ആണ്, കാരണം അവർ വളരെ ഓണസ്റ്റ് ആയിട്ട് അവരുടെ ജീവിതത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. In Mirror by Sylvia Plath, the speaker is a mirror, but it shows the real feeling of the women looking at it. സിൽവിയ പ്ലാത്തിന്റെ മിറർ എന്ന് പറഞ്ഞ പോയത്തില് മിററാണ് സ്പീക്കറായിട്ട് വരുന്നത്. പക്ഷേ അതിലൂടെ നമുക്ക് കാണുന്നത് ഒരു സ്ത്രീയുടെ റിയൽ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ആണ്. She worries about getting older and losing her youth. Both poems talk about identity and self-awareness. തനിക്ക് പ്രായമേറുന്നത് കൊണ്ടും തന്റെ യുവത്വം നഷ്ടപ്പെടുന്നതിലും ആ സ്ത്രീ ഒരുപാട് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. സോ രണ്ട് പോയത്തിലും ഐഡന്റിറ്റിയും സെൽഫ് അവയർനെസ്സും ഒക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. Kamala Das becomes aware of her voice and individuality while the women in Mirror see how she is changing. ഇൻട്രൊഡക്ഷനിൽ കമല ദാസിന് തന്റെ ഐഡന്റിറ്റിയെ പറ്റിയും വോയിസിനെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള ഒരാളായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ മിററിലെ സ്ത്രീക്കാണെങ്കിൽ അവരുടെ ചേഞ്ചിങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരതിനെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ബോത്ത് പോയംസ് ഓൾസോ ഷോ പേഴ്സണൽ സ്ട്രഗിൾ. രണ്ട് പോയത്തിലും പേഴ്സണൽ സ്ട്രഗിൾ അവർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. കമലാദാസിന്റെ സ്ട്രഗിൾ എന്താണ്? സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ ഒത്ത് അവർക്ക് പോകാൻ പറ്റുന്നില്ല, അവരതിനെതിരെയാണ് സഞ്ചരിക്കുന്നത്. ആൻഡ് വിമൻ ഇൻ മിറർ സ്ട്രഗിൾസ് വിത്ത് ട്രൂത്ത് ആൻഡ് ഏജിങ്. എന്നാൽ മിററിലെ സ്ത്രീ സ്ട്രഗിൾ ചെയ്യുന്നത് തന്റെ ട്രൂ നേച്ചർ കണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയാണ്. തനിക്ക് പ്രായമാകുന്നു എന്നുള്ളത് അവർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. These poems are honest and emotional, showing that finding out who you really are needs courage and honesty. ഈ രണ്ട് പോയം നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ആരാണെന്ന് സ്വയം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരുപാട് ധൈര്യവും ഓണസ്റ്റിയും വേണം. സോ ഇതോടുകൂടെ മിററിലെ ആക്ടിവിറ്റീസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.